എൻ്റെ പേര് നിഷ അച്യുതൻ. റാംജി റാവ് സ്പീക്കിങ്ങിൽ മാന്നാർ മത്തായിയുടെ കഥാപാത്രം ബാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സ്ഥലം ഏതാന്ന് പറഞ്ഞ ചെർപ്പളശ്ശേരി. അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കുഴപ്പമാവാനുള്ളതെന്ന്. ആ കുഴപ്പമാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ചെർപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് ഉണ്ടായ മകളാണ് ഞാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കോഴിക്കോട് എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന മലപ്പുറം ജില്ലയാണ്. അങ്ങനെ എൻ്റെ ബാല്യകാലത്തിൽ എന്നെ വളർത്തിയത് മലപ്പുറം ജില്ലയാണ്. അതിനുശേഷം കോളേജ് പഠനം, കല്യാണം, ഇത് രണ്ടും ഏറ്റെടുത്തത് തൃശ്ശൂർ ജില്ല, തൃശ്ശൂര്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും ജീവിക്കാൻ പറ്റാണ്ട് ബാംഗ്ലൂർ പോയി ജീവിക്കണ ഒരു സാധാരണ മലയാളിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യത്തെ ചെറിയ കുട്ടിയാണ്. അപ്പം അച്ഛനുണ്ടായ ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് അച്ഛൻ എന്നെ വിളിക്കും ആ ചേ കു, അതായത് ആദ്യത്തെ ചെറിയ കുട്ടി. ഞങ്ങൾ കത്തെഴുതുമ്പോൾ അച്ഛൻ എന്നെ സംബോധന ചെയ്യുന്നത് തൊട്ട് ഞാൻ എൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത് വരെ അച്ഛൻ്റെ സ്വന്തം ആ ചേക്കു എന്നാണ്. അങ്ങനെ ഈ പറയണ ചെറിയ എന്ന് പറയണ സാധനം ഉണ്ടല്ലോ, ഇതെൻ്റെ ലൈഫിലൊരു ഭയങ്കര ഡിഫൈനിങ് സാധനം ഒന്നും അന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് കാലമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ അച്ചാച്ചനൊക്കെ വന്ന് നിൽക്കും. എൻ്റെ അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഇങ്ങനെ ഇരുണ്ട മുടിയൊക്കെ ഉള്ള ഇരുനിറത്തിൽ നല്ല ഒരാള്. എന്താ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ഇതെന്താ? എൻ്റെ അച്ചാച്ചൻ നല്ല ഹൈറ്റുള്ള ആളാണെന്ന്. എന്നാല് എൻ്റെ അച്ഛമ്മ നേരെ ഓപ്പോസിറ്റ്, നല്ല കളറില് എന്നെക്കാൾ ഉയരം കുറഞ്ഞിട്ട് ഉള്ളില്ലാത്ത മുടിയായിട്ട് ഒരാളാണ് അമ്മമ്മ. ഞാൻ എൻ്റെ അച്ഛനോട് തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഈ രണ്ട് പേരുടെയും നെഗറ്റീവ് ഫീച്ചേഴ്സ് മുഴുവൻ എടുത്തിട്ട്, അതായത് അച്ചാച്ചൻ്റെ കളറ്, അച്ഛമ്മയുടെ ഹൈറ്റും മുടിയും, ഇത് രണ്ടുമാണ് എൻ്റെ അച്ഛന് കിട്ടിയത്. പിന്നെ അതിൻ്റെ ബാക്കിയല്ലേ ഞാൻ ഉണ്ടാവുള്ളൂ, വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോളേജ്, ഇത് ഈ ക്രിസ്മസ് കാലമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അച്ചാച്ചൻ, ഈ പറഞ്ഞില്ലേ എൻ്റെ പൊക്കമുള്ള അച്ചാച്ചൻ, അവിടെ വന്ന് നിൽക്കുമ്പോൾ അച്ചാച്ചൻ ചോദിച്ചു, അല്ല കുട്ടിയെ ഈ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിച്ചു എന്ന് കേട്ടുന്ന, ഈ സൈക്കിൾ ഒന്നാണ്ട് ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല, സൈക്കിൾ ഓടിക്കാം. പക്ഷേ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് നമ്മൾ ഈ അര സൈക്കിൾ എന്ന് പറയുന്ന സാധനമുണ്ട്, 16 ഇഞ്ച് സൈക്കിളിൽ, ലേഡീസ് സൈക്കിളിൽ. അപ്പോൾ ഇത് ചവിട്ടുമ്പോൾ അത് ഫ്രണ്ടിൽ കൂടെ കാലിട്ട്, ഇപ്പോൾ അവിടെയൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ കൂടെ കാലിട്ട് കയറി ഇരുന്ന് ചവിട്ടാനൊക്കെ നമുക്ക് വയ്ക്കും. ഇറങ്ങാൻ മാനം മര്യാദയായിട്ട് ഇറങ്ങാനും വയ്ക്കും. പക്ഷെ വീട്ടിലുള്ളത് അതല്ല സാധനം, ഹീറോ സൈക്കിളാണ്, ചെറിയച്ഛൻ്റെയാണ്. നമ്മൾ തളരില്ല, നമ്മളിത് തിണ്ടിൻ്റെ അടുത്ത് കൊണ്ട വെച്ചിട്ട് അതുമ്മ കയറി ആദ്യം തന്നെ കയറിയിരിക്കും. പിന്നെ പെടലെത്താത്തൊന്നും ഒരു വിഷയമല്ല, കാരണം വലത്തെ പെടൽ ചവിട്ടി താഴ്ത്തിയാൽ ഇടത്തെ പെടൽ കയറിയാൽ വരും. അപ്പം പിന്നെ അത് ചവിട്ടിയാൽ മതിയല്ലോ. ഇങ്ങനെ അച്ചാച്ചൻ തരുന്ന ബൂസ്റ്റിൽ നമ്മൾ കയറി ഇങ്ങോട്ട് സൈക്കിളാണ്ട് ഓടിക്കുകയാണ്. പിന്നെ പറമ്പിൽ ഒരു 3-4 റൗണ്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് മതിയാവുമ്പോൾ തിരിച്ച് മാനമായി ഇത് കൊണ്ടുവന്ന് ഇറങ്ങി വരും. ഈ ഇറങ്ങി വരുമ്പോണ്ടല്ലോ നമ്മുടെ അച്ചാച്ചൻ ഈ മതിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് നോക്കും, നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി വരുന്നത്. അച്ചാച്ചൻ ഈ കയറി വരുമ്പോൾ നമ്മളോട് പറയും ബലെ ബേഷ്. അച്ചാച്ചന് ഇഷ്ടം ഇണ്ടിച്ചാൽ പറയണ ഒരു സാധനമാണ് ഈ ബലെ ബേഷ്. ഓക്കെ, നമ്മൾ കയറി വന്നു. 2-ാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ കയറി വരുമ്പോൾ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഓഫീസിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് അമ്മ വരുന്നുണ്ട്, കയ്യിലൊരു കവറുണ്ട്, പപ്സിൻ്റെ മണം പിടിച്ച് ഞാനും പിന്നാലെ സൈക്കിൾ ചവിട്ടി വേഗം വന്ന് സൈക്കിൾ അവിടെ ഇറക്കിയിട്ട് അമ്മയുടെ പിന്നാലെ കയറി വന്നു. അപ്പം ഉണ്ടടാ അച്ചാച്ചൻ അവിടെ വന്നിട്ട് നീ നോക്കുന്നുണ്ട്, അമ്മേനെയും നോക്കുന്നുണ്ട്, എന്നെയും നോക്കി അമ്മേനെയും നോക്കി. ഞാനും അമ്മയും ഏതാണ്ട് ഒരേ ഉയരം. അപ്പം അച്ചാച്ചൻ എൻ്റെ അമ്മയോട് ഒരൊറ്റ ചോദ്യമാണ്, ഈ കുട്ടിയെ ഇവള് വലുതായാലും എൻ്റെ അത്ര ഉയരേ ഉണ്ടാവുള്ളൂ. അമ്മ അതങ്ങോട്ട് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, ഈ ആച്ചേക്കൂലെ ചെറിയ കുട്ടിയിലെ ചെറിയത്, ഈ ചെറിയ എന്നുള്ള സാധനം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവുമ്പോൾ ഉണ്ട്. ഞാൻ തളരാനൊന്നും പോയില്ല. പിന്നെ അവശേഷിക്കുന്ന കാലം, സ്കൂൾ പഠനകാലം, സ്കൂളിലുള്ള സർവ്വ കമ്പിമലും പിടിച്ച് തൂങ്ങി വലിച്ചു തൂങ്ങി 2 ഇഞ്ച് ഞാൻ വിജയകരമായി എൻ്റെ ഹൈറ്റിൽ കൂട്ടി. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഹൈറ്റിനൊക്കെ 2 ഇഞ്ച് ഇട്ട്, അല്ലെങ്കിൽ അമ്മ പിടയ്ക്കും. എൻ്റെ ഈ ഉയരക്കുറവിനെ പറ്റിയിട്ടുള്ള പ്രശ്നം എന്നേക്കാൾ മുമ്പ് ആദ്യം മനസ്സിലാക്കിയ ആളാരെ അറിയോ? എൻ്റെ അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, മോളെ സ്കൂൾ കഴിഞ്ഞപ്പോൾ നീ ഈ പ്രീ ഡിഗ്രിക്ക് ഈ ബസ്സിൽ തൂങ്ങി ഡെയിലി പോയി വരെ നടക്കില്ല, മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി. അങ്ങനെ കൊണ്ടാക്കിയതാണ് എന്നെ തൃശ്ശൂർ ഹോസ്റ്റലിൽ. പക്ഷേ അച്ഛൻ എന്നെ എത്ര പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയാലും ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു കേരളത്തിലെ ഒരു സാധാരണ മനുഷ്യന് ബസ് ഒഴിവാക്കി എത്ര കാലം ജീവിക്കാൻ പറ്റും? നടക്കണ കാര്യമാണോ? ഈ ബസ് കയറുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാ. നമ്മൾ കയറി വഴിക്ക് ഞാൻ എന്ത് നോക്കറിയോ, ഫ്രീ സീറ്റ് ഉണ്ടാ, സീറ്റ് ഇല്ലെങ്കിൽ സീറ്റിന്റെ കമ്പിയെങ്കിലും ഉണ്ടോ, നമുക്ക് പിടിക്കാൻ പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗത്തൊക്കെ ബസ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവറും എഞ്ചിനും ഇത്തിരി ഉയർച്ചയിലാണ്. അവിടുത്തെ ഇത്തിരി ഹൈറ്റ് ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ എനിക്ക് കൈ ഇതായിട്ട്, ഇപ്പം ഞാൻ വേഗം അവിടെ കയറിയിട്ട് ബസ്സിൻ്റെ മുഖചിത്രമായിട്ടാണ് ആദ്യം തന്നെ കയറിയെന്ന്. അവിടെ മുമ്പ് പോയി നമ്മളിങ്ങനെ നിൽക്കും. പക്ഷെ ചില ദിവസം പ്രശ്നം പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെല്ലുവിളി ഉയർത്താനായും കൊണ്ട്
ചില കുട്ടികളെയും കൊണ്ട് കുറച്ച് അമ്മമാരാ കയറും മുമ്പിൽ കൂടെ. അച്ഛന്മാർ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടല്ലേ, അവർ പിന്നെ കൂടെ കയറിക്കൊള്ളോ. ഈ അമ്മമാര് കയറി കഴിഞ്ഞാൽ പിന്നെ അമ്മമാര് ഭയങ്കര ശ്രദ്ധയാണ്. എടാ ഇജ്ജ് മുമ്പിലേക്കാ പോയി കടാ, ഇജ്ജ് അവിടെ പോയി നിന്നാടാ. ഇവരെ തള്ളിവിടും മുമ്പിലേക്ക്. ഓരോന്ന് വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതും പിടിച്ച് താഴോട്ട് പിന്നാക്കം പോയി ഇങ്ങനെ പോവുക. അവസാനത്തത് എത്തുമ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. ഇനി ഞാൻ താഴേക്ക് ഇറങ്ങണം. ഇങ്ങനെ പിടിച്ചത് നമ്മൾ ഒന്നും കൂടി ഇറങ്ങി. ഇങ്ങനെ നിങ്ങൾ മലപ്പുറമാണെന്നുള്ള കാര്യം മറക്കരുത്. മലപ്പുറം വെറുതെ മലപ്പുറം ആയതല്ല, കുന്നും മലയും വളവും തിരിവുള്ള ഒരു പ്രദേശമാണ്. അവിടെ നേരെ ഒരു റോഡ് ഉണ്ടാക്കാൻ പറ്റിയാൽ പോലും ഇതിങ്ങനെ ആയാൽ പറ്റില്ല, ഒരു വളവങ്ങോട്ട് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് വളവിടുന്ന സ്ഥലമാണ് മലപ്പുറം. അവിടെ വണ്ടി ഓടിച്ചോനറിയാം, അങ്ങനത്തെ സ്ഥലം മലപ്പുറം. അപ്പൊ ഈ കമ്പിയും പിടിച്ചിട്ട് കാല് കഷ്ടി എത്തണം. ഈ നിപ്പുണ്ടല്ലോ, ഞാൻ ഈ വിരലുമ്മൽ ഊന്നിയിട്ട് ആ നിപ്പില് കാക്കഞ്ചേരി വളവൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലോ, ഞാനിങ്ങനെ ദൈവത്തിനെ വിളിക്കും. അഥവാ ടച്ചൊന്നാട് വിട്ടുണ്ടിച്ചാണ്ടല്ലോ, ഞങ്ങളുടെ മൂസാക്കട ചായപ്പീടിയല്ലേ വാതിക്കെ കിടക്കണ പഴക്കൊലടന്തി ഞാനിങ്ങനെ അടിയട് വന്ന് നിൽക്കും. പക്ഷെ എന്താ ചെയ്യാ, അതല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലോ. കോളേജ് പഠനകാലം കഴിയാറായപ്പോഴത്തേക്ക് ക്യാമ്പസ് സെലക്ഷനിൽ എനിക്കൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടി. ജോലിക്കായിട്ട് ഈ പറഞ്ഞ ലൈഫ് പാർട്ട്ണറും ബാക്കി എല്ലാവരും നമ്മൾ ബാംഗ്ലൂരൊക്കെ തെണ്ടി തിരിഞ്ഞ് അലഞ്ഞ് നമുക്ക് അവിടെ ജോലിയും കിട്ടി. അപ്പൊ ജോലി കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടില് ഹസ്ബൻഡ് വീട് ആ പ്രദേശമൊക്കെ പരിചയപ്പെടാൻ വന്നിട്ട് അച്ഛൻ്റെ കൂടെ ഒരു ദിവസം അടുത്തുള്ള പച്ചക്കറി കട വരെ പോയി. ആ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നൊക്കെ എല്ലായിടത്തും കിട്ടുന്ന പടവലങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുള്ള ജാതി നാടൻ പടവലങ്ങയായിരുന്നു അന്നൊക്കെ. ഈ കുറിയപ്പൊരു മുഴം സൈസിലൊരു ജാതി പടവലങ്ങയാണ് ഇപ്പം എല്ലായിടത്തും കിട്ടുക. അതൊക്കെ അവിടെ ഇറങ്ങി തുടങ്ങിയ സാധനം. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ആ മൂപ്പരെന്ത് ചെയ്തറി ഈ പടവലങ്ങ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നോക്കി, എൻ്റെ അച്ഛനെയും നോക്കി, എന്നിട്ട് ചോദിച്ചു അത്ര അച്ഛനോട്, അല്ല അച്ഛ ഈ നാട്ടില് പടവലങ്ങ അടക്കം ഈ സൈസിലാണോ എന്ന് ചോദിച്ചു. എന്താ മൂപ്പരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടിച്ചാലും മോളിലത്തെ വാതിലെ മോളത്തെ കുറ്റിയിടണമെങ്കിൽ ഏക വ്യക്തി അത് എൻ്റെ അനിയനാ. പിന്നെ ഇപ്പൊ ഒരു അളിയൻ അവന് കിട്ടിയത് കൊണ്ട് മൂപ്പരിക്കും കുറ്റിയിടാം. ഞാനും എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനത്തെ കുറ്റിയിട്, അവിടെ കയ്യത്തുള്ളൂ. അതാണ് ഓക്കെ. ഇത് വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക അങ്ങോട്ട് വെട്ടി വെച്ചാലത്തെ സ്ഥിതി ഉണ്ടല്ലോ, ചക്കട ചോള അങ്ങനെ അടുക്കി വെച്ച മാതിരി ഈ മാതിരിയാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും. ഇതാണ് വീട്ടിലത്തെ അവസ്ഥ. അപ്പൊ പിന്നെ ചോദ്യം തെറ്റല്ല. ബാംഗ്ലൂര് മലയാളികൾ എഞ്ചിനീയർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറുണ്ട് കഴിഞ്ഞാൽ ഇത്തിരി രസം അത് നിർബന്ധ എന്നാണ് പറയണ മാതിരി. മലയാളി എഞ്ചിനീയർ ബാംഗ്ലൂർ ഉണ്ടെന്നാൽ US പോണ്ടത് നിർബന്ധ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബാക്കി ജോലിയായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് US പോയി. US ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വേറൊരു പ്രശ്നം. അവിടെ കാർ ഓടിക്കാതെ ഒരു വഴിയില്ല, ലൈസൻസ് എടുത്തേ പറ്റൂ. അങ്ങനെ അവിടുത്തെ കാർ ഓടിച്ച് വണ്ടി ഓടിച്ചൊക്കെ പോയി. ഇങ്ങനെ കാർ ഓടിച്ച് US ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ ഈ കാർ ഓടിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ വെറുതെ നടക്കുമ്പോൾ എതിരെ വരുന്ന മനുഷ്യണ്ടല്ലോ, നമ്മളെ നോക്കിയിട്ട് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഹായ് ഹായ് എന്നൊക്കെ നമ്മളും പറയും. എന്ത് തങ്കപ്പെട്ട മനുഷ്യരെന്നൊരു ഫീലും ഒക്കെ വരും. ഇതേ സംഗതിയാണ് ഞാൻ ഈ കാറിൽ പോകുമ്പോൾ. ഞാൻ ഈ കാർ ഓടിച്ച് പോകുമ്പോൾ കാണാൻ പെട്ടെന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് തലയാട്ടി പോവുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഇത് എന്നെ ഞാൻ ഓടിക്കുമ്പോൾ മാത്രമേ ഈ പ്രതിഭാസമുള്ളൂ. എൻ്റെ ഭർത്താവ് വണ്ടി ഓടിക്കണ വെച്ചാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല, അവർ വണ്ടി ഓടിച്ചാൽ പോണു. അപ്പൊ പിന്നെ എനിക്ക് ഡൗട്ടായി, ഈ പാവത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം കൊടുക്കല്ലേ എന്നുള്ള അവസ്ഥയായിട്ടൊക്കെയാണോ എന്നൊരു ഡൗട്ട്, ചെറിയ ഡൗട്ട്. പിന്നെ കുറച്ച് ദിവസം കൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചതായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ എനിക്ക് മുമ്പിൽ പോണ കാറ് കാണാം, കാറിന്റെ ഡിക്കി കാണാം, അതിന്റെ ബാക്കിലെ ലൈന് സീറ്റ് കാണാം, ഫ്രണ്ടിലെ ലൈന് സീറ്റും കാണാം, അതിന്റെ ഹെഡ് റെസ്റ്റും കാണാം, അതിന്റെ മുകളിൽ ഓടിക്കണവന്റെ തല വരെ കാണാം. ഞാൻ ഓടിക്കുമ്പോഴോ ഞാൻ ഓടിക്കണ കാറിൽ പിന്നെന്ന് നോക്കിയിട്ട് ഹെഡ് റെസ്റ്റ് മാത്രമേ കാണുള്ളൂ. എന്റെ തല ആരെങ്കിലും കാണും, ഇതാരും ഇത് വണ്ടി ഓടിക്കണെന്നുള്ള അന്തം വിടലാണ് ഇഷ്ടം. ഈ മനുഷ്യന്മാര് മുഴുവൻ പ്രേതക്കാരല്ല ഈ നോക്കിയിട്ട് തകണം. അതോടുകൂടി പക്ഷെ ഒരു ഗുണം ഉണ്ടായിട്ടാ, ഈ സൗന്ദര്യത്തിന്റെ അഹങ്കാരം അതോടെ 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് അതാണ് തീരുമാനം. എല്ലാവരും ചെയ്യണ പോലെ ഉള്ള ഒരു കാര്യമല്ല. അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ 2 ആളായിട്ട് അമേരിക്കയ്ക്ക് പോയി. തിരിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ 2 ആളായിട്ട് നാട്ടിലേക്ക് വന്നു. അപ്പൊ ആളുകൾ നാട്ടിലുള്ളൊരു ചോദ്യം ഉണ്ട്, ഇതെന്താ നിങ്ങൾ 2 ആളുള്ളോ, കുട്ടികളൊന്നും ആയില്ലേ? അപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ പല പല ഉപദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചെയ്യേണ്ട കാര്യം മാത്രം ആരും പറഞ്ഞു കൊടുക്കൂല, ഉപദേശങ്ങളിൽ ആവശ്യ. ഇങ്ങനെ ഇതൊക്കെ കേട്ടുന്ന ഞാനും ഭർത്താവും ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എനിക്കൊരു വെറൈറ്റി ഉപദേശം കിട്ടും. അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമേശ്വരത്ത് പോയിട്ട് ഒരു ദമ്പതി സ്നാനം നടത്തി കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. ആഹാ,
നിവൃത്തി ഉണ്ടാവാൻ അങ്ങനെ ഒരു വഴി ഉണ്ടാ. ഒരു വണ്ടി നിറ ആൾക്കാരായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും രാമേശ്വരത്തേക്കാണ് പോയി. രാമേശ്വരത്ത് പോയിട്ട് ഇനിയിപ്പോൾ ദമ്പതി സ്നാനം കഴിക്കാണ്ട് ഉള്ള പ്രശ്നം വേണ്ടല്ലോ. പൂജാരി അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ പൂജയും കർമ്മങ്ങളും ഇതൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ഒരൊറ്റ കാച്ചലാണ് നമ്മളോട്. നിങ്ങൾ രണ്ടുപേരും കയ്യും പിടിച്ച് കടലിലേക്ക് ഇറങ്ങി കഴുത്തറ്റം വെള്ളത്തിൽ 3 വട്ടം ഒപ്പം മുങ്ങി നിവർന്നു വരിക. അപ്പൊ കുട്ടികളുണ്ടാവത്രേ. എന്തായാലും വേണ്ടില്ല. ഞാനും ഭർത്താവും കയ്യൊക്കെ പിടിച്ച് മന്ദം കടലിലേക്ക് അങ്ങനെ ഇറങ്ങിയാ പോയി. കടലിലേക്ക് ഇറങ്ങി പോകുമ്പോ വെറുതെ ഇറങ്ങണ മാതിരിയല്ല ഈ കടലിലേക്ക് ഇറങ്ങി പോകുമ്പോ അങ്ങോരുടെ കാലിന്റെ മുട്ട് വരെ വെള്ളം എത്തുമ്പോ എന്റെ വയറ് വരെ വെള്ളം എത്തും. ആളുടെ വയറ് വരെ വെള്ളം എത്തുമ്പോ എന്റെ നെഞ്ഞത്തെത്തി വെള്ളം. ഇതുവരെ കടലിലെ വെള്ളം വന്നാലത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇതും കഴിഞ്ഞ് എന്റെ കഴുത്തറ്റ എത്തിയപ്പോ ഞാൻ ഒന്ന് നിന്നു. കഴുത്തറ്റം വെള്ളത്തി ഇങ്ങോരയാളുടെ കഴുത്തിന്റെ വലിപ്പം നോക്കി മുന്നോട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞേ വേണ്ട, ഇവിടെ നിന്നാ മതി, നമ്മൾ ഇവിടെ നിന്ന് മുങ്ങി വരാം. ഇല്ലെങ്കിൽ ചിലപ്പോ ഉണ്ടല്ലോ ദമ്പതി സ്നാനം കഴിഞ്ഞിട്ടുള്ളതിന്റെ ഞാൻ ചിലപ്പോ ഇവിടെ തന്നെ ജലസമാധിയായ, എനിക്ക് നീന്തറിയില്ലേ, അവിടെ തന്നെ ജലസമാധി ആയാണ്ടല്ലോ ഈ ദമ്പതി സ്നാനത്തിന്റെ ഔട്ട്പുട്ട് കിട്ടാനുള്ള ചാൻസ് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് കയറി വന്ന് കുറ്റം പറയരുതല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായി ഒരു കുട്ടി. ആ കുട്ടി ഇപ്പൊ എന്നേക്കാൾ വലുതായി. ചുരുക്കം പറഞ്ഞ ഇപ്പോഴും എൻ്റെ വീട്ടിലെ ചെറിയ കുട്ടി ഈ ഞാൻ തന്നെയാണ്. ഇതൊക്കെ പടം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത്തിരി കോംപ്ലക്സ് ഉണ്ട്, വിഷമുണ്ട്, മനപ്രയാസമുണ്ട്. ഒന്നുമില്ല കേട്ടാ, എനിക്ക് അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, എന്നെ ആച്ചേക്കൂന്ന് വിളിച്ചിരുന്ന എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മകളെ എഗരല്ലെങ്കിലും വേണ്ടില്ല വിവരം ഉണ്ടായാ മതിന്ന്. ഇത്തിരി വിവരം ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലും ബലത്തിലാണ് ഇക്കണ്ട കാലമൊക്കെ ജീവിച്ചു വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമമൊന്നുമില്ല കേട്ടോ. ഇല്ല, ഒട്ടും വിഷമമില്ല. താങ്ക് യു. ദാറ്റ്സ് മൈ സൈറ്റ്.